വരുന്നടാ. എത്ര നേരമായടാ? നിനക്ക് ഓർമ്മയില്ലേ പണ്ട് സാറ് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി മാത്രം ഈ 6 നീന്തി കടന്നു വരുന്നത്? ഇപ്പൊ ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുവാടാ? അത് ശരി. അയ്യോ അയ്യോ അമ്മേ. എന്തു പറ്റി? എന്തു പറ്റിയടാ? ഓ, പാറ പോക്കിടിച്ചടാ. എന്താ സമാധാനമായല്ലേ? എന്താ പറ്റിയേ? വിനീതന്റെ ശബ്ദം കേട്ടല്ലോ. വിനീതോ? ദേ ഇരിക്കുന്നു. അവന്റെ മൂക്ക് പാറലടിച്ചു പോയി. അതിനിവിടെ എവിടാ കല്ല്? നീ ആറ്റി കുളിച്ചോ? പെട്ടെന്നാവട്ടെ, സാറ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നടക്കത്തില്ല. എണീറ്റോ? പെട്ടെന്ന് പോയിക്കോ. പോകാനാണെ പെട്ടെന്ന് പോയിക്കോ, സാർ എത്തിയിട്ടില്ല. എങ്ങോട്ടാ രാവിലെ? അത് അത് ആറ്റിപ്പോയൊന്ന് കുളിക്കാമെന്ന് കരുതി. പോകണ്ടെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. പണ്ടൊക്കെ എൻ്റെ കുട്ടികൾ ഞാൻ പറയുന്നതൊക്കെ അനുസരിക്കുമായിരുന്നു. സാറിന് വിഷമമെങ്കിൽ ക്ഷമിക്കണം. കുറേ വർഷങ്ങൾക്ക് ശേഷം വരുമ്പോൾ സാറിൻ്റെ ഒപ്പവും നിൽക്കാം. പിന്നെ പണ്ട് സഞ്ചരിച്ച വഴികളിലൂടെയൊക്കെ സഞ്ചരിച്ച് ആറ്റിൽ കുളിക്കുവാനും പോകാം എന്നും കരുതിയിട്ടാണ് ഞാൻ. 6 മരിച്ചു കുട്ടികളെ. എന്താ സാർ പറഞ്ഞത്? 6 മരിക്കേ? അതെ, അതിപ്പോ ഇല്ല മോളെ. നിന്നെ ഞാൻ പല കാര്യത്തിനും വിളിച്ചു. വനം നശിപ്പിച്ചപ്പോഴും വൃക്ഷങ്ങൾ വെട്ടിയപ്പോഴും പാറകളും മണ്ണും എടുത്തുകൊണ്ടു പോയപ്പോഴും എല്ലാം വിളിച്ചു. ഇപ്പൊ എന്ത്? അവിടെവിടെയായി കുറച്ച് പാറകൾ മാത്രം. ഞാൻ എന്ത് ചെയ്യാനാണ്? പക്ഷെ സാറിന്റെ ധർണ സമരം എടുക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഞാൻ എടുത്താൽ അതൊന്നും വരില്ല. അതൊക്കെ ഒതുക്കി തീർക്കാൻ ആളുകളുണ്ട്. മോളെ, നിന്റെ ജോലിയും അതിൻ്റെ ലക്ഷ്യവും സമൂഹത്തോടുള്ള കടമയും നീ മറന്നു. കുറച്ചുപേർ നിന്നെ നിരുത്സാഹപ്പെടുത്തിയെന്ന് കരുതി നീ ഉപേക്ഷിച്ച കാര്യം എത്ര വലുതാണ്. ഞാൻ പഠിപ്പിച്ച കുട്ടികൾ ഈ നാട്ടിൽ എന്തു നടക്കുന്നുവെന്ന് അറിയാത്തവരായി മാറരുത്. സാർ, ഞാൻ മനഃപൂർവ്വമല്ല. ഭൂമിയെ സ്വന്തം അമ്മയായും ദേവിയായും കാണുന്ന കുട്ടികൾ ഒരു കാലത്തുണ്ടായിരുന്നു. രാവിലെ കയ്യിൽ ലക്ഷ്മി ദേവിയെയും സരസ്വതി ദേവിയെയും കണി കണ്ടുണരുകയും കാൽപാദം ഭൂമിയിൽ വയ്ക്കുന്നതിന് മുമ്പ് ഭൂമിയോട് ക്ഷമ ചോദിക്കുകയും ചെയ്തിരുന്ന ഒരു സംസ്കാരം. തലമുറകളോളം മനഃപ്പാഠമായിരുന്നു ആ മന്ത്രങ്ങൾ. സ്ഥിരമായി അങ്ങനെ ചെയ്യുന്ന കുട്ടികൾ ആ കൈകൊണ്ട് ആരെയും ഉപദ്രവിക്കില്ല, ഭൂമിയെ നശിപ്പിക്കുകയുമില്ല. സാറ് വിഷമിക്കണ്ട. ഇനിയുള്ള സാറിൻ്റെ പരിസ്ഥിതി പ്രവർത്തനങ്ങളെല്ലാം ഞങ്ങളുമുണ്ട് സാറിന് കൂട്ടായി. അതെ സാർ, ഞങ്ങളും ഉണ്ടാവും. വിജിത്തെ നോക്ക്, എല്ലാരും പല വഴി പിരിഞ്ഞിട്ടും മാറ്റമില്ലാതെ ആ ചെമ്പകമരം അങ്ങനെ തന്നെ ഉണ്ടല്ലോ. അത് ശരി. കൈ പിടിച്ചു നടന്ന വഴിയോരം നിന്നും ഓർമ്മയിൽ. നീ എന്താ ആലോചിക്കുന്നത്? അല്ല, ഞാൻ ആ സാറ് പറഞ്ഞ കാര്യത്തെപ്പറ്റി ആലോചിക്കുമായിരുന്നു. നമ്മൾ നിസ്സാരമായി കണ്ട കാര്യം എത്ര വലുതാണ്. സാറിൻ്റെ ലക്ഷ്യം പൂർണ്ണമാണെങ്കിൽ നമ്മളും ഉണ്ടാണ് സാറിൻ്റെ കൂടെ. നീ നടക്കില്ലെന്ന് കരുതിയ കാര്യത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ റെഡി. സംഗതി നിസ്സാരമല്ല. വളരെ പ്രധാനപ്പെട്ട ന്യൂസ് പോലും അകത്തെ പേജുകളിലേക്ക് പോകുന്ന നാടാണ് നമ്മുടെ കേരളം. ജനങ്ങൾക്ക് പ്രയോജനകരമായ നിരവധി കേന്ദ്ര സർക്കാർ പദ്ധതികൾ ഉണ്ടായിട്ടും അതൊന്നും നടപ്പിലാക്കാൻ നമ്മുടെ സർക്കാരിന് സമയമില്ല. മക്കളെ, അതെന്താണെന്നറിയാമോ? നിങ്ങൾ ഇത് തുറന്നു നോക്കൂ. ഞാൻ മുട്ടാത്ത വാതിലുകൾ ഇല്ല. ഇവിടെ ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും പ്രത്യേകം പത്രവും ചാനലും ഒക്കെയല്ലേ. അവർക്കിഷ്ടമുള്ള ന്യൂസ് അവർ കൊടുക്കും. പൊതുനന്മ അത്ര കാര്യമല്ല ആർക്കും. പിന്നെ റേറ്റിംഗ് കൂട്ടണമെങ്കിൽ നല്ല കാര്യം കൊടുത്താൽ പറ്റുമോ? മോശം കാര്യം കൊടുത്തല്ലേ ഒക്കൂ. മക്കളെ, നിങ്ങൾക്ക് കിടക്കാറായില്ലേ? ഇന്നിനി കറണ്ട് വരുമെന്ന് തോന്നുന്നില്ല.
സാറ് കിടന്നോളൂ, ഞങ്ങൾ കുറച്ച് കഴിഞ്ഞേ ഉള്ളൂ. ഇത് നമുക്ക് വേണ്ടി വരും. നാളത്തെ കാര്യം നീ ഒറ്റയ്ക്ക് പോയാലെങ്ങനെ? അത് സാരമില്ല, ഒറ്റയ്ക്ക് പോയാലേ ശരിയാവും. അനധികൃതമായി പാറമടകൾ പ്രവർത്തിക്കുന്നത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. ഭൂമിയുടെ സന്തുലിതാവസ്ഥ എല്ലാം താറുമാറാകുന്ന ഈ അവസ്ഥയിൽ നിന്ന് കരകയറിയേ മതിയാവൂ. പ്രകൃതിയിൽ ജീവിക്കുന്ന നമ്മൾ പ്രകൃതിയെ നശിപ്പിക്കുന്ന ഓരോ പ്രവൃത്തിയും നമുക്ക് ദോഷം ചെയ്യും. കേരള ടുഡേക്ക് വേണ്ടി ക്യാമറമാൻ ശ്രീജിത്തിനോടൊപ്പം അഞ്ജലി. കിട്ടിയോ? ഞാൻ ഏറ്റ കാര്യമല്ല ഇതിലുണ്ട്. അപ്പൊ അത് ഓക്കെ. ഓക്കെ, പോകാം. ഞാൻ പോവാ. ബാക്കി വൈകിട്ടത്തെ ന്യൂസിൽ കാണാമല്ലോ. നിങ്ങളുടെ പരിപാടി നടക്കാം. ഇതെന്താ ഇവിടെ നിർത്തിയേ? ആ റോഡ് കിടക്കുന്നുണ്ടല്ലേ? ഈ റോഡ് ഇത്ര പെട്ടെന്ന് പോയോ? ഓ, അതിനി അടുത്ത ഇലക്ഷന് തൊട്ട് മുന്നേ നന്നാക്കും. അല്ലെങ്കിൽ പെട്ടെന്ന് വല്ല കേന്ദ്രമന്ത്രിയാരും പറഞ്ഞു. ഓക്കെ അല്ലേ? ഒരു മിനിറ്റ്. ഓക്കെ, പറഞ്ഞു. ഒരു മരം മുറിക്കുന്നതിന് മുൻപ് 100 വട്ടം ആലോചിച്ചിരുന്നു നമ്മുടെ പൂർവികർ. ഓരോ വൃക്ഷവും തരുന്ന പ്രാണവായുവിനെ കുറിച്ച് അവർക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. ഇന്നിപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? സ്വാഭാവിക മരങ്ങളായ തെങ്ങ്, മാവ്, പ്ലാവ് ഇവയെല്ലാം വെട്ടിവെളുപ്പിച്ച് പുൽക്കൊടി പോലും വളരാതെ റബ്ബർ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുമ്പോൾ നഷ്ടമാകുന്നത് മലപുഷ്ടമായ മണ്ണിന്റെ ജൈവ വൈവിധ്യവും വെള്ളത്തെ പിടിച്ചു നിർത്താനുള്ള കഴിവുമാണ്. അപ്പോൾ നദികൾ മരിക്കുന്നു. ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചിരുന്ന കേരളം അങ്ങനെ ഒരു വരൾച്ച ബാധിത പ്രദേശമായി മാറുന്നു. ഓരോ വർഷവും കേരളത്തിന്റെ ചൂട് കൂടുന്നു എന്ന് പൂർണ്ണമായി മനസ്സിലാക്കുന്ന സർക്കാർ തന്നെ പിന്നെയും റബ്ബർ കൃഷി ചെയ്യാൻ ചിന്തിക്കുന്നു. ബാക്കിയുള്ള മരങ്ങൾ കൂടി വെട്ടിമാറ്റുവാൻ കേന്ദ്ര സർക്കാരിനോട് അനുമതി ചോദിക്കുന്നു. നമ്മുടെ സർക്കാരിനും അവരെ ജയിപ്പിച്ചുവിട്ട ജനങ്ങൾക്കും എന്താണ് സംഭവിക്കുന്നത്? പ്രധാനമന്ത്രിയുടെ മേക്ക് ഇൻ ഇന്ത്യ എന്ന വൻ പദ്ധതിയിൽ കേരളത്തിലെ റബ്ബർ അധിഷ്ഠിത വ്യവസായങ്ങൾക്ക് മുൻഗണന കൊടുക്കുവാൻ, അത് പറയാൻ വേണ്ടി മാത്രം 2014 ഒക്ടോബർ 16 നമ്മുടെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കാണുന്നു. കേരളത്തിന്റെ ഭൂപ്രകൃതി ഒന്നാകെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഈ നീക്കത്തിനെതിരെ ഓരോ കേരളീയനും ഉണർന്നു പ്രവർത്തിക്കേണ്ട സമയമായിരിക്കുന്നു. കേരളം വറ്റിവരേണ്ട ഒരു ഭൂപ്രദേശമാകാതിരിക്കുവാനായി ചിന്തിക്കുക. ക്യാമറമാൻ ശ്രീജിത്തിനോടൊപ്പം അഞ്ജലി.